സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഉത്ഥാനത്തിൻ്റെ 3-ാം ആഴ്ചയിലൂടെ നാം കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ചും റോമിൽ വത്തിക്കാനിൽ അടുത്ത മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടാനായിട്ട് കർദിനാളുടെ സംഘം കോൺക്ലേവ് ഒരുമിച്ച് കൂടുമ്പോഴൊക്കെയും തീർച്ചയായിട്ടും ഈശോ എന്താണോ ആഗ്രഹിച്ചതും ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മൾ നിരന്തരം സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഈശോ പഠിപ്പിച്ചതും അവിടുത്തെ ഹിതം ഭൂമിയിലാകണമേ, അതായത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. നമുക്കറിയാം, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ സ്വർഗമുണ്ടായിരുന്നു. ദൈവം ആലോചിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഭൂമിയിൽ മനുഷ്യനിൽ ഭൂമിയെ സൃഷ്ടിച്ചതും മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതൊക്കെ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അപ്പം ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം എന്തെല്ലാമാണോ തീരുമാനമെടുത്തത്, പ്രത്യേകിച്ച് മനുഷ്യനെക്കുറിച്ച് നമുക്ക് നമ്മുടെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമ്മൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, നമ്മളെ അപ്പനമ്മയും വരെ കണ്ട നമ്മളെപ്പോലെ തന്നെ ഇരിക്കുന്നില്ല, അപ്പനെ പോലെ ഇരിക്കുന്ന അമ്മയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു മേഖലയുണ്ടല്ലോ. ശാരീരികമായിട്ട് കുഞ്ഞുങ്ങൾ അപ്പനെയും അമ്മയും പോലെ ഇരിക്കുന്നത് പോലെ ആത്മീയമായിട്ട് നമ്മൾ ഓരോരുത്തരും ദൈവപിതാവിൻ്റെ മക്കള്, ദൈവത്തിൻ്റെ രൂപം നമ്മളിലുണ്ടാകണം. നമുക്ക് ദൈവത്തിൻ്റെ രൂപം നഷ്ടപ്പെട്ടത് വീണ്ടും തിരികെ നൽകാനാണ് യേശു വിരൂപനാക്കപ്പെട്ടത്. നമ്മൾ യെശയ്യാ 53 വായിക്കുന്നു. അവൻ വിരൂപനാക്കപ്പെട്ടു, അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യൻ്റേതായിരുന്നില്ല അവൻ്റെ രൂപം. സാത്താൻ വികൃതമാക്കിയ മനുഷ്യൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ രൂപത്തിലാക്കാനായിട്ടാണ് ഈശോ ലോകത്തിൽ വന്നത്. നമ്മളത് അറിയണം. അതിനുവേണ്ടി ഈശോ അത്ഭുതമൊന്നുമല്ല, സഹനമല്ല, അങ്ങേയറ്റം ക്ഷമിക്കുകയും സഹിക്കുകയും കരുണ കാണിക്കുകയും കുരിശ് കിടന്നുകൊണ്ട് ഈശോ തന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുമ്പോൾ ക്ഷമിക്കുക മാത്രമല്ല, അവരെ അനുഗ്രഹിക്കുകയോടെ ചെയ്തു. അത് വലിയൊരു മേഖലയാണ്. നമുക്ക് പറയാൻ എളുപ്പമാണ് ഞാനെല്ലാം ക്ഷമിച്ചെന്ന്, പക്ഷേ ക്ഷമിച്ച് അനുഗ്രഹിക്കുമ്പോഴാണ്, അതായത് ഈശോ പറഞ്ഞത്, പിതാവേ അവരെന്താണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ പ്രവൃത്തി ഉണ്ടല്ലോ, അതൊന്നും അവരല്ല, സാത്താനാണ്. അവരുടെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ മുറിവുകൾ അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോലെയുള്ള മുറിവുകൾ അവരുടെ ഉള്ളിലുണ്ട്. അവരെങ്ങനെയാണ് ലോകത്തെ കാണുന്നത്? ആ മുറിവിലൂടെയാണ്. അവർക്ക് ദൈവികമായ ഈശോയുടെ കാഴ്ചപ്പാട് അവർക്ക് കിട്ടിയിട്ടില്ല. ഈശോയുടെ കാഴ്ചപ്പാടിലേക്ക് അവർ വരുവാനായിട്ട് ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ അവരെ കുറ്റം പറയാം, അവരങ്ങനെ ആയിപ്പോയി എന്ന്. എന്നാൽ ഈശോ അത് ചെയ്യുന്നില്ല, ആരെയും വിധിക്കുന്നില്ല. ഈശോ അങ്ങനെ ആരെയും വിധിക്കുന്നില്ല. അത് അങ്ങനെ ആയിപ്പോയത്, അവരങ്ങനെ ആയിപ്പോയത് അവരുടെ കുഴപ്പമല്ല. അവരും അവരുടെ പിതാക്കന്മാരല്ല. ഞാൻ പറയുന്നത് 3-4 തലമുറ വരെ പുറകോട്ടുണ്ട്. പുറപ്പാട് 20 അല്ലേ, ആ കൽപ്പന നൽകിയപ്പോൾ അതേ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവം എന്ന് പുറപ്പാട് 20:5 1-ാം പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. അത് ശിക്ഷിക്കുക എന്നുള്ളതല്ല, ശിക്ഷണം നൽകുന്ന നമ്മൾ തിരിച്ചറിയേണ്ടത്. പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മക്കൾ ശിക്ഷിക്കപ്പെടുകയല്ല, നേരെ മറിച്ച് പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ അത് നമ്മുടെ മേൽ വന്നിട്ടുണ്ടല്ലേ. സങ്കീർത്തനം 79:8 ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ ഓർക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ കരുണയുടെ പ്രാർത്ഥന ആയിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടെ മാതാപിതാക്കളും പിന്നെ നമ്മുടെ മക്കളും നമ്മുടെ ബന്ധുക്കളും ഒക്കെ വഴി വന്നുപോയ സകല പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണം, ഞങ്ങൾ അങ്ങയോട് അതിനുവേണ്ടി മാപ്പ് ചോദിക്കുന്നു. ഇത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, തിരുസഭയുടെ ഉത്തരവാദിത്തമാണ്, ഈശോയുടെ തുടർച്ചയാണ്. ഈശോ ചെയ്തതാണ്. അപ്പം അവരെ ഞാൻ വിധിക്കുന്നില്ല, കാരണം അവരുടെ ഉള്ളിൽ ദുഷ്ടാരൂപിയാണ് കുടിയേറിയിരിക്കുന്നത്. യൂദാസിന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചത് കൊണ്ടാണ് അവന് ഒരു മനഃശാഞ്ചല്യം ഇല്ലാതെ യേശുവിനെ ചുംബിച്ചുകൊണ്ട് ഒറ്റ കൊടുത്തത്. പത്രോസിന്റെ ഉള്ളിൽ ദൈവകൃപ ഉണ്ടായിരുന്നത് കൊണ്ട് പത്രോസ് തള്ളി പറഞ്ഞെങ്കിലും അവൻ പൊട്ടിക്കരഞ്ഞെന്നാ പറയുന്നത്, അനുദപിച്ചു. അപ്പൊ ദൈവകൃപ ഉള്ളിലില്ല എങ്കിൽ നമുക്ക് അനുദപിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവകൃപ അവർക്ക് എപ്പോഴെങ്കിലും ലഭിക്കാൻ വേണ്ടി ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ഈ ഭൂമിയിൽ ആരും നല്ലവരായിട്ടില്ലായിരുന്നു യേശു വന്നപ്പോൾ. ദൈവിക ജ്ഞാനമുള്ളവർ. അതുകൊണ്ടാണ് ആരും ഒരിക്കലും ചെയ്യാത്ത ഒരു പ്രവൃത്തി യേശു ചെയ്തത്. എന്താ? നമുക്ക് മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. കാരണം മത്തായി 5 യേശു അത് ആദ്യമായി മലയിലെ പ്രസംഗത്തിൽ യേശു അതെല്ലാം തൻ്റെ അജണ്ടയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചൊരു മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം നമ്മളെപ്പോഴും വായിച്ച് ധ്യാനിക്കേണ്ട ഒരു അധ്യായമാണ് മത്തായി 5. അവിടെ 38 വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരെ ദുഷ്ടനെന്ന് പറയാം, പക്ഷെ മനുഷ്യരല്ല. മനുഷ്യന്റെ ഉള്ളിൽ ദുഷ്ടനെന്ന് ഈശോ ഉദ്ദേശിച്ചത് സാത്താനെ കുറിച്ചാണ്. ഒരു മനുഷ്യനെയും ദൈവം ദുഷ്ടൻ എന്ന് പറയില്ല. കാരണം എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ മക്കളെ നമ്മൾ എത്ര കുഴപ്പമുണ്ടെങ്കിലും അവരെ നമ്മൾ ഒരു നശിച്ചുപോകാൻ ആഗ്രഹിക്കില്ലല്ലോ. ഒരു നന്നായി വന്നിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കും. അവർ നശിച്ചു പോകണമെന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഈശോ പറയാണ്, ദുഷ്ടനെ എതിർക്കരുത്. ദുഷ്ടനെ എതിർക്കരുത് എന്ന് പറയാൻ സാത്താനോട് എതിരിടാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവൻ തിന്മയേ ഉള്ളൂ, നന്മയില്ല. സാത്താന് നന്മയില്ല, തിന്മയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചില ഒരു ഇടവേള, ഒരു വിട്ടുവീഴ്ചയുണ്ട്. അത് നമ്മൾ ചെയ്യണം. നമ്മളാൽ അത് നമുക്ക് സഹനമാണത്, ബുദ്ധിമുട്ടാണ്, നാണം കിടുന്ന അനുഭവമാണ്. നമ്മൾ ഇടിച്ചു താഴ്ത്തും, നമുക്ക് ഉള്ള അഭിമാനമൊക്കെ പോയെന്ന് തോന്നും. അല്ല, ഈശോയുടെ അതായിരുന്നല്ലോ. ഉള്ള മാനം മുഴുവൻ പോയി. അത്രയും നാളും ഹോസന്ന പാടിക്കൊണ്ട് ജെറുസലേമിലൂടെ അവനെ ജെറുസലേം ദേവാലയത്തിൽ കയറ്റിയവനെയൊക്കെ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞിട്ട് അവനെ മരണത്തിന് വിധിച്ചിട്ട് അവനെ വലിച്ച് കുരിശുതോളെ വെച്ചിട്ട് അടിച്ച് നിലത്തിട്ട് ചവിട്ടി തുപ്പി വലിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് പോയില്ല. അതാണ് അത് സംഭവം. ഉണ്ടാവും, യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് നമുക്കുണ്ടാവും. പക്ഷെ അത് ചെയ്യുന്നവരെ നമ്മൾ വിധിച്ചിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഉള്ളിൽ അവർ പോലും അറിയാതെ തിന്മയാണ് കയറിക്കൂടിയിരിക്കുന്നത്. എത്ര പറഞ്ഞാലും മനസ്സിലായി. ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സുകളെ അന്ധമാക്കി കളഞ്ഞിരിക്കുന്നതിനാൽ. ഞാൻ പലപ്പോഴും പറയാറുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നല്ലൊരു കണ്ണ് കാണാൻ കാഴ്ച കുറവുള്ള ഒരാളോട് നമ്മൾ പറയാണ്, എത്ര മനോഹരമായിരിക്കുന്ന കാഴ്ച എന്ന്. അവർ ഏത് കാഴ്ച അവർ കാണത്തില്ല. ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ തിന്മ ആക്കി വെച്ചിരിക്കുന്ന, തിന്മയിൽ അടിമപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും നന്മ കാണാൻ പറ്റില്ല. എപ്പോഴും തിന്മയാണ് അവരുടെ പ്രവൃത്തി. അവിടെ നമ്മൾ തിരിച്ചറിയണം. അവരോട് അതാണ് ഈശോ അവിടെ ഈശോനാണ്, നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നാണ് ഈശോയുടെ പഠിപ്പീരന്റെ ഹെഡിങ് പോലും. ഈശോ എന്താ പറഞ്ഞ് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണിത് കേട്ടോ. ഈശോ പറയുന്നത്, ദുഷ്ടനെ എതിർക്കരുത്, വലതു കരണത്തെ അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നമ്മുടെ വലത്തേ കരണത്തിൽ അടിച്ച് നല്ല വേദനയാണ്, എന്നാൽ പോട്ടെ അവൻ്റെ വഴിക്ക് വിട്ടിട്ട് അവനെ വെറുക്കണ്ട, അവിടെ നിൽക്കുക, മറ്റേ കരണം കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുക, അവിടെയും മേടിക്കുക അടി. മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലം കൂടി കൊടുത്തേക്കുക. എത്രമാത്രമാണ് ഈശോയുടെ നിന്ദനങ്ങൾ. ഈശോയെ നമുക്കറിയാം, കുരിശിൽ അവൻ്റെ മേലങ്കിയൊക്കെ ഒരു വീതിച്ചെടുത്ത് നമുക്കറിയാം. നഗ്നനാക്കിയവനെ ഇത്രയും നാണക്കേടുണ്ടോ? ഇത്രയും മഹനീയ സ്വർഗത്തിൻ്റെ ഇറങ്ങി വന്ന സ്വർഗത്തിൻ്റെ പരിശുദ്ധനെ തുണി ഉരിഞ്ഞ് വെറും നഗ്നനാക്കിയ കുരിശിൽ എവിടെയാ? നാട്ടുകാരുടെ മുമ്പിൽ കിടത്തി. നാട്ടുകാരുടെ മുമ്പിൽ ഇവരെങ്ങനെയൊക്കെയാ, ഇതെല്ലാം ഫേക്കാണ്, അല്ല അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് മാത്രമല്ല, അവനെ ശപിച്ചിട്ട് ആണയിട്ട് പത്രോസ് തള്ളി പറഞ്ഞല്ലേ. പത്രോസ് അവനെ ആ ശപിച്ചിട്ട് ആണയിട്ട് ഇവനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അതിനുള്ളൊരു ഇതുണ്ടാകും. ഇത് തിന്മയാണ്, മനുഷ്യനല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നതിന് മേലും കൂടി കൊടുത്തേക്കാം. ഇതെന്തിനാണെന്നറിയാമോ? നമുക്ക് അറിയാം, നമ്മുടെ ഉടുപ്പ് മേടിക്കാൻ മഗ് ചെയ്യാമെന്ന് പിടിച്ചു മേടിക്കാൻ വരുന്നവന് നമ്മുടെ ഉടുപ്പ് പോടാൻ മേലങ്കി കൂടെ കൊടുത്തേക്കാം. നല്ല വില കൂടിയ മേലങ്കി ഉണ്ടല്ലോ, നമ്മുടെ ജാക്കറ്റ്, അതും കൂടി ഊരി കൊടുത്തേക്കാനാണ് പറഞ്ഞത്. അത് പേടിച്ചിട്ടല്ല കേട്ടോ, പേടിച്ചിട്ടല്ല. എന്തിനാണെന്നറിയാമോ? അവനെയും നമ്മളെ ആക്രമിക്കുന്നവനെ കൂടി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാക്കണം. ഇത് വലിയൊരു മേഖലയാണ് പറയുന്നത്. അതാണ് ഈശോ പറഞ്ഞത്. അതാണ് ഈശോ അവരെ തന്നെ ക്രൂശിച്ചവരെയും ഇവിടെ വീണ്ടെടുക്കുകയായിരുന്നു. പിതാവിൻ്റെ മുമ്പിൽ അവരെ സമർപ്പിക്കാൻ, അവരെ കുറ്റം വിധിക്കാതെ. പിതാവെ, അവരെന്താണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. ലൂക്ക 23:34 കുരിശിൽ ഓരോ കഷ്ടതയും ഓരോ വേദനയും ഈശോയുടെ ദേഹത്ത് അടിച്ചപ്പോഴും ആണി അടിച്ചപ്പോഴൊക്കെ ഈശോ പറഞ്ഞു, പിതാവെ, അവരെന്താണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ.
എന്ന് പറയുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകണമേ എന്നാണ് ഈശോ ഹൃദയം തുറന്ന് ആത്മാർത്ഥമായിട്ട് ചുമ്മാതല്ല. ഈശോയുടെ എല്ലാ ആത്മാർത്ഥതയുള്ളതായിരുന്നു, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു. ഇന്നലെ ചിന്തിച്ച പോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ദൈവിക പ്രവൃത്തി വരേണ്ടത്. വീണ്ടും നിന്നോടുകൂടി 1 മൈൽ ദൂരം നിന്നെ 1 മൈൽ എൻ്റെ കൂടെ 1 മൈൽ എന്ന് വരാൻ പറഞ്ഞാൽ നമുക്ക് വരെ പണിയൊന്നുമില്ല. 1 മൈൽ ഇവൻ്റെ കൂടെ പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ അറിവില്ലായ്മയിൽ അവനോട് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാനാണ് പറഞ്ഞത്. നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ടല്ലോ, അവരുടെ കൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകാൻ, എപ്പോഴെങ്കിലും അവർക്ക് സുബോധം വീണ്ടും കിട്ടാനായിട്ടുള്ള അല്ല നമ്മുടെ പ്രാർത്ഥന അതിൻ്റെ ഇടയിൽ ഉണ്ടാകണം അവർക്ക് വേണ്ടിയിട്ട്. വലിയൊരു മേഖലയാണ് പറയുന്നത് ഈശോ ചെയ്തത്. കുരിശിൽ മരിക്കുന്നത് വരെയും ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവർക്ക് വേണ്ടി. അപ്പോൾ അവരോട് ക്ഷമിക്കണമേ. ഒരു വാക്കും ഉരിയാടുന്നില്ല, തിരിച്ചു പറയുന്നില്ല. 1 മൈൽ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നതിനോട് 2 മൈൽ ദൂരം പോവുക. കുറെ കൂടി അയച്ചു കൊടുക്കുക, കുറെ കൂടി വിട്ടുകൊടുക്കുക, കുറെ കൂടി വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നതെന്ന് ഒഴിഞ്ഞു മാറരുത്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക. പണ്ടങ്ങനെയായിരുന്നു, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ വെറുക്കുക. നമ്മൾ പറയും വേറെ പണിയൊന്നുമില്ല, അവൻ്റെ വഴിക്ക് വിട്ടെ. നിങ്ങളൊന്നും അവന് വേറെ പണിയൊന്നുമില്ല അല്ലേ, നിങ്ങൾ അവൻ്റെ വഴിക്ക് വിടുക, എവിടെയും പോട്ടെ, എന്തെങ്കിലും ആകട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഈശോ പറയുന്നു അല്ല, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. കാരണം എന്താ, ഞാൻ ഇടയ്ക്ക് ഓർപ്പിക്കാറില്ലേ, അവരുടെ പ്രവൃത്തിയല്ല, അവരുടെ സംസാരമല്ല, അവരുടെ മനോഭാവമല്ല, അത് നമുക്ക് അടുക്കാൻ പോലും പറ്റാത്തതാണ്. ഒരു തരത്തിലും അടുക്കാൻ പറ്റത്തില്ല. അത് തിന്മയെ നമ്മളെ അടുപ്പിക്കാതിരിക്കുക, അതിന് അവരോട് വെറുപ്പുണ്ടാക്കാൻ വേണ്ടി തിന്മ. പക്ഷെ എന്താ നമ്മൾ അറിയേണ്ടത്, അവരുടെ ഉള്ളിൽ ഒരു ദൈവം കാണുന്നില്ല, അവരുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. അവരുടെ സംസാരവും അവരുടെ പ്രവൃത്തിയും മനോഭാവമൊക്കെ അവരുടെ ജഡത്തിൻ്റെതാണ്, അവരുടെ ശരീരത്തിൻ്റെതാണ്. അല്ലെ അവര് ആ തലമുറകളോട് വന്നതുണ്ട്, അല്ലെ ലോകത്തിൽ നിന്ന് കിട്ടിയ മുറിവുകളാണ് അവരെ അങ്ങനെ ആക്കി. അവരുടെ മനോഭാവം, അവരുടെ മനസ്സ് മുറിവേറ്റതാണ്. അവരുടെ മനോഭാവം ആരെയും സ്നേഹിക്കാൻ പറ്റില്ല, എപ്പോഴും പ്രതികരിക്കുകയാണ് എല്ലാത്തിനും. ഇങ്ങനെ ദൈവത്തോട് പോലും ഭയങ്കര ശത്രുതയാണ്, അറിയാതെ ഉള്ളിൽ കിടക്കുകയാണ്. ദൈവത്തെ വിളിക്കുക, പക്ഷെ ദൈവത്തോട് ശത്രുതയാണ്. അറിയാതെ ഉള്ളിൽ അബോധ മനസ്സിൽ കിടക്കുന്നൊരു മേഖലയുണ്ട്. ദൈവം ഇല്ല, അല്ലെ ദൈവം കുഴപ്പക്കാരനാണ്, അല്ലെ എനിക്കിങ്ങനെ സംഭവിക്കുമായിരുന്നു. അറിയാതെ ചില കാര്യങ്ങളൊക്കെ കുഞ്ഞുനാളിലുണ്ടായ മുറിവുകളൊക്കെയാണ്. അതുപോലെ അവരങ്ങനെ ആയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് കരുണ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ പറഞ്ഞത്. എന്താ, അവരെ സ്നേഹിക്കണം. കാരണം അവരുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, നിലവിളിക്കുന്ന ആത്മാവ്. അത് ഈശോ തന്നെയാണ് പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നത്. അവരുടെ പ്രവൃത്തിയെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അവരെ വിട്ടുപോകാൻ മനസ്സില്ല. കാരണം അവരുടെ ഉള്ളിലൊരു ആത്മാവ്, എന്നെ കൈവിട്ടു പോകരുതേ, എന്നെ കൈവിടരുതേ. നിങ്ങൾ കൈവിട്ടാൽ ആരുമില്ല, എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ല എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. പറയുന്നത് അത് നമ്മൾ അറിയണം. അവരെ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെ നിങ്ങളെ ശപിക്കുന്നവരെ, മർക്കോസ് പറയുന്നുണ്ട്, നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങളെ ശപിക്കാത്തവരെ അനുഗ്രഹിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവപിതാവിൻ്റെ ഇഷ്ടം, ദൈവപിതാവിൻ്റെ പ്രിയപ്പെട്ടവരായി നമ്മളെ മാറാൻ വേണ്ടി എന്താ, നമ്മളെ ഏറ്റവും വെറുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവരറിയുന്നില്ല ഈശോയുടെ പ്രാർത്ഥന, പിതാവ് അവരെന്താണെന്ന് അവരറിയുന്നില്ല. ഈശോ ചെയ്ത് നമ്മളെ അനുകരിക്കാനായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കടന്നു പോകുന്ന സ്തേഫാനോസ് ഇന്നലെ ഇന്നും ഒക്കെ ചിന്തിച്ച സ്തേഫാനോസിനെ വധിക്കുന്നു ഇല്ലേ. ആ സംഭവം ഞാൻ പെട്ടെന്ന് അവിടെ എങ്ങനെ പറഞ്ഞു നിർത്തി, കാരണം സമയക്കുറവുകൊണ്ട് ഇന്നതൊന്ന് പറയുകയാണ്. അതായത് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിൽ ഇന്നലെ വായിച്ചു നിർത്തിയിരിക്കുകയാണ്. അവർ സ്തേഫാനോസ് യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിഷ്കളങ്കനായ സെയിന്റ് സ്റ്റീഫൻ, അവർ ഈ യഹൂദരുണ്ടല്ലോ ഉള്ളിൽ തിന്മയാണ്, കഠിന ഹൃദയരാണ്. അതുകൊണ്ട് യേശുവിനെ ക്രൂശിച്ച് അവർ തന്നെയും യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന ഇവനെ ഈ സ്തേഫാനോസിനെ അവർ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവുകളെന്ന ഇതിന് നേതൃത്വം കൊടുത്തത് ഈ സാവുകള. നമുക്കറിയാലോ ആരാ, നമ്മുടെ സാവുകളെ. പിന്നീട് പൗലോസ് അപ്പസ്തോലനായിട്ട് മാറിയ ഒരു സംഭവമാണ് അവിടെ. പ്രിയമുള്ളവരെ, ഈശോയും നമ്മുടെ സുവിശേഷത്തിൽ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നത് നമ്മൾ അവർക്ക് ഇതുവരെ പ്രാർത്ഥിച്ചു കാണത്തില്ല, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. കാരണം അവരിൽ ഒരു വലിയ ദൈവിക പദ്ധതിയുണ്ട്. നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ടല്ലോ, അവരെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട്
നമ്മൾ ചുമ്മാ അങ്ങനെ കൈവിട്ട് അവർക്കൊണ്ട് പ്രാർത്ഥിക്കണം, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനായിട്ട്. കാരണം എന്താ, ഈ സ്തേഫാനോസ് ഇന്നലെ ചെയ്തതാണ്, അതായത് ഈശോ ചെയ്ത അതേ പ്രവൃത്തിയാണ് സ്തേഫാനോസ് ചെയ്തെന്താ, ഈ സാവൂളാണ് നേതൃത്വം കൊടുത്തത്. സാവൂളിൻ്റെ കാൽക്കൽ ഇവര് ഒരു ആരൊക്കെയാണ് ഇവനെ, അവർക്ക് ക്രെഡിറ്റ് കിട്ടിയിരുന്ന പോലെയാണ്, ആരൊക്കെയാണ് ഇവനെ കല്ലെറിയാനായിട്ടുള്ളവർ അവരുടെ മേലെങ്കിൽ സാവൂളിൻ്റെ പാദങ്ങളിൽ കൊണ്ട്. കാരണം എന്താ, അവിടെ പോയി ഈ കല്ലെറിഞ്ഞിട്ട് ഇവനെ കൊന്നിട്ട് തിരിച്ചു ചെന്ന് അവരുടെ മേലങ്കി എടുക്കുമ്പോൾ അത് മസ്റ്റർ സൈൻ ചെയ്യുന്ന പോലെ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുത്തിരുന്നു. ഒരു ക്രിസ്ത്യാനിയെ കൊന്നാൽ അതിനുള്ള ആനുകൂല്യം കിട്ടിയിരുന്നു. ഇവളൊരു ഇത് തിന്മയുടെ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ എന്താ, സ്തേഫാനോസിനെ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്നൊരു യുവാവിൻ്റെ കാൽക്കാൽ അഴിച്ചു വെച്ചു. അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. അല്ലേ, നമ്മൾ കല്ലല്ല, വാക്കുകളായിരിക്കാം, പ്രവൃത്തിയായിരിക്കാം. നിഷ്കളങ്കമായ മനസ്സുകളെ, ജീവിതങ്ങളെ, കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ജീവിതങ്ങളെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്, ഇല്ലാതാക്കുകയാണ്. സ്തേഫാനോസിനെ ഇല്ലാതാക്കിയ പോലെ. പക്ഷെ അതിനകത്തൊരു വലിയ നന്മയുണ്ട്. ഞാൻ പറയും, ഈ സ്തേഫാനോസിനെ പോലെ നമ്മളും പീഡ സഹിക്കുന്ന നമ്മളും ആ ഒരു കാഴ്ചപ്പാട് യേശുവിനെ പോലെ ആകാനല്ലേ ക്രിസ്ത്യാനിയുടെ വിളി? യേശുവിനെ അനുഗമിക്കുന്നവരല്ലേ? നമ്മളിതൊക്കെ പഠിപ്പിക്കാനാണ് ഓരോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്താ, ഈ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ സ്തേഫാനോസ് എന്താ ചെയ്തത്, ഈശോ എന്താ ചെയ്തത്? അതുപോലെ തന്നെയാണ് എന്താ വചനം പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:59 ഒടുവിൽ ഇതാ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ സ്തേഫാനോസ് പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ, എന്താ, ഹൃദയം തുറന്ന വലിയ സ്വരം നിലവിളിട്ട് നിലമറന്ന്, അതായത് ഈ അപ്പോഴത്തെ അവസ്ഥയെല്ലാം മറന്നുകൊണ്ട് എന്നെ ഉപദ്രവിക്കുകയാണ്, ഇവരെന്നെ കൊല്ലാൻ, ഇവനെന്നെ കൊല്ലുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ് കർത്താവേ. പക്ഷെ ഒരു കാര്യം അവൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകേണ്ട ഒരു മാറ്റം. യേശുവിൻ്റെ മനസ്സ്, പൗലോസ് പറഞ്ഞ പോലെ സ്തേഫാനോസിന് ആ മനസ്സ് കിട്ടിയത്. എന്താ പറഞ്ഞത്? അവൻ വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. നോർത്ത് നോക്കി, നമ്മളാണ് പറയില്ലേ, ഇപ്പം സ്വാഭാവികമായിട്ടില്ലേ, നമ്മളാണ്ട് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ച് നിരപ്പാക്കില്ല, അങ്ങോട്ട് അടിച്ച് നിരപ്പാക്കട്ടെ എന്ന് നമ്മൾ പറയില്ലേ. അത് കാഴ്ചപ്പാട് ലോകത്തിൻ്റെ ആണ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈശോയുടെ, ക്രിസ്ത്യാനിയുടെ കാഴ്ചപ്പാട്, നമ്മളതൊക്കെ ഉണ്ട്. ശത്രു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം തിന്മയാണ്, ആ ഒരു രീതിയിൽ കൂടെ അതിനെ കാണേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. തീർച്ചയായിട്ടും ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമ്മളെ പീഡിപ്പിക്കുന്നവർ യേശുവിൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും പ്രതികരിക്കണം. പക്ഷേ അതേസമയം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം, ഹൃദയം തുറന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വലിയൊരു മേഖലയാണ്. കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. അത് പറഞ്ഞിട്ട് അവൻ മരണനിദ്ര പ്രാപിച്ചു. മരിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർത്ത ഒരു വലിയ കടമ. ഈശോ കുരിശിൽ കിടന്ന് മരിക്കുന്നതിന്, അപ്പാ പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവരെന്താണ് ചെയ്തതെന്ന് അവരറിയുന്നില്ല എന്ന്. നമുക്കത് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈശോ മത്തായി 5:45 പറഞ്ഞു, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ മക്കളായി തീരും. യേശു ദൈവപുത്രൻ ചെയ്തത് ചെയ്യാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മീയത വളരുമ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുക, സ്വർഗത്തിൽ പോവുക. അല്ലേ, ചില മനുഷ്യരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, മനുഷ്യരെ കൊന്നാ സ്വർഗത്തിൽ പോകാം. അത് സാത്താൻ്റെ മനോഭാവമാണ്. എന്നാൽ യേശുവിൻ്റെ മനോഭാവം എന്താ? മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി തീരുന്ന ഒരു മനോഭാവം. നമുക്കത് അവിടെയാണ് നമ്മളുടെ ജീവിതം. ഈശോ എന്ന സുവിശേഷത്തില്, യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോ പറഞ്ഞിട്ട് ഈശോ പറയാണ്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്, ഞാനാണ് അപ്പം മുറിയുന്നത് പോലെ ഞാൻ മുറിയാൻ പോവുകയാണ്. അപ്പം മുറിയുന്നത് പോലെ ഞാൻ എൻ്റെ ശരീരം മുറിഞ്ഞ് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ. അതായത് എൻ്റെ സഹനം നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ. ഞാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ കണ്ടു പഠിക്കണം. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നതാണ്. ശിഷ്യന്മാരുടെ കാൽക്കൽ ഇരുന്ന് പാദം കഴുകി അവരുടെ കാല് പിടിച്ചപ്പോൾ ക്ഷമിക്കാനുള്ള വലിയൊരു മേഖല. ഇതെന്താ? അവരെ കൂടി, നമ്മളെ ഉപദ്രവിക്കുന്നവരെ കൂടി, അവരെ നമ്മളിലൂടെ വീണ്ടെടുക്കാൻ വേറെ ആരുമില്ല. നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുമ്പോഴാണ് അവരുടെ ആത്മരക്ഷ ഇന്നല്ലെങ്കിൽ നാളെ നേടിയെടുക്കും. ഇത് നമുക്ക് ഈശോയുടെ വചനം ഇങ്ങനെയായിരുന്നു. പിതാവേ, ഈശോയാണ് എൻ്റെ അടുക്കൽ എനിക്ക് പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. മനുഷ്യർ എല്ലാ പാപികളെയും പിതാവ് യേശു നൽകിയതാണ്. യേശു എന്നത് പാപികളെ തേടിയാണ്. ഒരു പാപി പോലും നഷ്ടപ്പെട്ടു പോകാതെ
നിത്യതയിലെത്താൻ വേണ്ടിയാണ് ഈശോ പ്രവർത്തിച്ചത്. നമ്മളത് അറിയണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈശോ അതിനുവേണ്ടിയാണ് ഈ സഹനങ്ങളൊക്കെ സഹിച്ചത്. എൻ്റെ പിതാവ് എനിക്ക് നൽകിയവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല. എൻ്റെ ഇഷ്ടം എന്താ? പണ്ട് പറഞ്ഞ പോലെ എന്നെ വെറുക്കുന്നവരെ ഞാനും വെറുത്തു, എന്നെ ഉപദ്രവിക്കുന്നവരെ ഞാനും ഉപദ്രവിച്ചു, അല്ലേ? അങ്ങനെ കൈവിടണ്ട, പിടിച്ചോ ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് ഈശോയുടെ അല്ല. അവിടെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ളത്. ഇത് വലിയൊരു മേഖലയാണ്. നമുക്കിത് മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു മേഖലയാണ്. എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല ഞാൻ വന്ന്, ഈശോ പറയാണ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടുന്ന് എനിക്ക്. ഈശോ എന്താ അവിടുത്തെ അയച്ചവൻ്റെ ഇഷ്ടം? അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ, അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന ഒരു മനുഷ്യന് പോലും സാത്താന് അടിമയായി നിത്യ നരകത്തിലേക്ക് പോകാൻ ഇടയാകാതെ അവരെയും വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ ഈശോ പറഞ്ഞ എന്താ, ഞാൻ അവരെ അന്ത്യദിനത്തിൽ അവരെയും ഉയർപ്പിക്കാൻ, അന്ത്യദിനത്തിൽ ഈ എന്നെ ഉപദ്രവിച്ചവരെ കൂടി ഉയർത്തിക്കൊണ്ട് അവരെയും കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് പിതാവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഓർത്ത് നോക്കി, നമുക്കത് പറയാൻ പറ്റുമോ? നമ്മളെ ഒന്ന് ഉപദ്രവിക്കുന്നവരെ കൂടി ആരുമാകട്ടെ, നമ്മൾ ആത്മാർത്ഥ ഹൃദയത്തിലേക്ക് നമുക്ക് ആരാണ് നമ്മളിപ്പോൾ ഉപദ്രവിക്കുന്നത്? അവരും നല്ലവരായി സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു പ്രശ്നം എന്തുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുന്ന കുരിശ് സ്വയം ഇല്ലാതായി കുരിശെടുത്ത് ഉയർത്തിക്കൊണ്ട്, ഇത് ഈശോയുടെ വാക്കുകളാണ്. അതിലേക്ക് നമ്മൾ എത്രയോ ദൂരമായിരിക്കും. പക്ഷെ നമുക്ക് ആ വചനത്തിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത്, ഈ സ്തേഫാനോസ് ഈ കരഞ്ഞു പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ പൗലോസ് അല്ലെങ്കിൽ യഹൂദ, നമുക്കറിയാം, അനേകരും മാനസാന്തരപ്പെട്ടു. അവിടെ സഭ അവിടെ ആദ്യം ആരംഭിച്ചത് ജെറുസലേമിലായിരുന്നു, യഹൂദരുടെ ഇടയിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ സംഭവം ഈ സാവൂള് ഈ സംഭവം കഴിഞ്ഞുണ്ടല്ലോ, ആ സ്തേഫാനോസ് മരിച്ചു. പക്ഷെ ഇന്നത്തെ വായന 8-ാമത്തെ അധ്യായമാണ്. സാവൂള് ഇതൊരു വിജയമായി കരുതിയല്ലേ, ഒരുത്തനെ ഞാൻ ചെന്നു, ഒരുത്തനെ കൊന്നു, കുറേ പേർ സപ്പോർട്ട് ചെയ്ത്, അവൻ ഒരുത്തനില്ലാതെ ഇനി അവൻ എന്നോട് വചനമൊന്നും പറയാൻ വരത്തില്ല, അവനോട് ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ അവൻ അടുത്തതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തിന്മ സാവൂളിനുള്ളിൽ കയറി ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് സംഭവമാണ് ശമരിയായിൽ. ഓർത്ത് നോക്കണം, ഈ സ്തേഫാനോസ് വീണപ്പോൾ വേറൊരാളെ കർത്താവ് ഉയർത്തി. അവിടെ ഇത് വലിയ ദൈവരാജ്യത്തിന്റെ മേഖലയാണ്. സ്തേഫാനോസ് പോയപ്പോൾ പീലിപ്പോസിനെ കർത്താവ് ഉയർത്തി. അതായത് മാത്രമല്ല, സമരിയായിൽ യഹൂദരെ വെറുത്തിരുന്ന സമരിയാക്കാരുടെ ഇടയിലേക്ക് ഇവിടെ പീഡനം ഉണ്ടായപ്പോൾ അവർ അവിടുന്ന് ഓടി, അവർ വേറെ സമരിയായിലേക്ക് പോയി. അപ്പോസ്തലന്മാർ, കുറെ ആൾക്കാർ ചിതറിക്കപ്പെട്ടവർ പേടിച്ച് ഈ സ്തേഫാനോസിനെ കൊന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ അനുഗമിക്കുന്ന അനേകര് പല സ്ഥലങ്ങളിൽ. ഇത് ഞാൻ പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ്. അവരനേകര് ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് എന്നല്ല പറഞ്ഞ പോലെ അത് നമ്മുടെ കടമയാണ്. എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഫിലിപ്പോസ് സമരിയായ ഒരു ഗ്രാമത്തിൽ അവിടെയുള്ളവരുടെ ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേക തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. ഇതൊക്കെ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് കളിപ്പീരൊന്നുമല്ല, ഇത് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയാണ്. അങ്ങനെ നഗരത്തിൽ അതാണ് സ്തേഫാനോസ് മരിച്ചപ്പോൾ കർത്താവ് വേറൊരാളെ ഉയർത്തി. അവിടെ അനേക രക്തസാക്ഷികൾ മരിച്ചപ്പോൾ അനേകർ സഭയിൽ ഉയർന്നു വന്നു. അപ്പോൾ പിന്നീട് ഞാൻ പറയും, ഈ സ്തേഫാനോസിന്റെ പ്രാർത്ഥനയാണ്. അതായത് നിങ്ങൾ ഈ സുഭാഷിതങ്ങൾ 25 വചനമുണ്ട്. നിങ്ങൾ ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അതുവഴി പശ്ചാത്താപത്തിന്റെ തീക്കനൽ അവന്റെ മേൽ കൂന കൂട്ടുമെന്ന്. ഈ സ്തേഫാനോസിന്റെ ക്ഷമിച്ചുള്ള പ്രാർത്ഥന ഈ സാവൂളിന് വേണ്ടി തന്നെയാണ് അവൻ നേതൃത്വം കൊടുത്തത്. ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ വായിക്കുന്നുള്ളൂ. പിന്നീട് വായന വരുമായിരിക്കും. അതായത് 7-8 അധ്യായങ്ങൾ 9-ാമത്തെ അധ്യായങ്ങൾ വരുമ്പോൾ സ്തേഫാനോസ് ഈ സാവൂള് ഡമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് പാഞ്ഞു പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ ഒരു പ്രകാശം വന്ന് അവൻ്റെ തലമേൽ ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും എന്ന് പറഞ്ഞാൽ
ശത്രുവാണെങ്കിലും അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ടാണ് അവനെ തന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ട് സ്തേഫാനോസ് ഈ ശൗലിന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചത്. അപ്പോൾ അവരുടെ മേലെ കുറ്റം ആരോപിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ, ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിനും ജലവും കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ആത്മാവിനുള്ള വശനമാണ്. അവരത് അറിയുന്നില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ തീജ്വാല ദൈവം അയക്കുമെന്നുള്ള ഒരു വചനം സുഭാഷിതങ്ങൾ 25 പറഞ്ഞിട്ടുണ്ട്. 21 ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിനും ജലവും കൊടുക്കുക, അതുവഴി പശ്ചാത്താപത്തിന്റെ തീക്കനല്ല അവരുടെ തലയിൽ കൂന കൂട്ടുമെന്നൊരു വചനമുണ്ട്. വചനമാണ് അതിവിടെ നിറവേറി. ഈ സാവൂളിന്റെ അല്ലെങ്കിൽ ഈ സ്തേഫാനോസ് മരിച്ചെങ്കിലും ക്ഷമിച്ചുള്ള പ്രാർത്ഥനയുണ്ടല്ലോ സാവൂളിന് വേണ്ടി, അത് ഈ 21 സുഭാഷിതങ്ങൾ 25 നിറവേറി. അതായത് ഡമാസ്കസിലേക്ക് ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ഇടിമിന്നൽ പോലെ ദൈവിക ജ്വാല, അതായത് ഈ സ്തേഫാനോസ് സ്വർഗത്തിലെത്തി യേശുവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഈ സാവൂളിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താ പറയുന്നത്? സാവൂളിന്റെ തലയിലേക്കൊരു ഇടിമിന്നൽ പോലെ ഒരു പ്രകാശം വന്ന് വീണ് അവന് നിലത്ത് വീണ് അവിടെ കണ്ണ് കാണാൻ വരാതെ അവിടെ ഡമാസ്കസിൽ പോകുന്നതും അവിടെ വെച്ച് അനന്യാസ് വന്നു. ഇപ്പൊ അനന്യാസിനോട് പറയുന്നൊരു സംഭവമുണ്ട്. അനന്യാസിന് കർത്താവ് ദൂതൻ പറഞ്ഞ് അവനെ ഇങ്ങനൊരു സംഭവം, ഒരാള് സാവൂൾ എന്നൊരാൾ അവിടെ വന്നിട്ടുണ്ട്, നീ അവൻ്റെ അടുത്ത് ചെല്ലണമെന്ന് പറയുമ്പോൾ അനന്യാസ് പറഞ്ഞു, ഞാനോ ഇവന്റെ അടുത്ത്? ഇവനെ ഇത്രയും കഠിന ഹൃദയം, എന്നെ അവൻ വിട്ടേ, എൻ്റെ വഴിക്ക് വിട്ടേ, ഒരു രക്ഷയുമില്ല, ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത്രമാത്രം ദുഷ്ടനാണ് അവൻ. എന്താ അനന്യാസ് പറയാണ്, കർത്താവെ അവിടുത്തെ വിശുദ്ധർക്കെതിരെ അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും ഡമാസ്കസിലും വന്ന് അവിടുത്തെ നാം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കാനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, എന്താ ഇതോർത്തേക്കണം, കർത്താവ് പറയാണ് ഈ സാവൂളിനെ കുറിച്ച്. അപ്പൊ നമ്മളെ ഉപദ്രവിക്കുന്നവരെ കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി എന്താണെന്ന് അറിയില്ലെങ്കിൽ ഈ ഒരു വചനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പസ്തോല പ്രവർത്തനങ്ങളില് 9-ാമത്തെ അധ്യായം 14 ഒടുവില് 15 പറയാണ്, കർത്താവ് അനന്യാസിനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. ഈ സാവൂളി നമ്മൾ കാണുന്ന പോലെയല്ല. നമ്മളെ ഉപദ്രവിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അനുഗ്രഹം പ്രാപിച്ച് കൃപയുള്ളവരായി തീരേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ കരുണ കാണിക്കാൻ ഈശോ പറഞ്ഞത്. അവൻ എൻ്റെ നാമത്തെ നോക്കണം, അവൻ എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന്. ഇതുണ്ട്, സഹനം ഉണ്ടാകും. യേശുവിനെ അറിയാനായിട്ട് എല്ലാം അങ്ങനെയാണല്ലേ, സഹനം ഉണ്ടാകും. ആ സഹനത്തിലൂടെയാണ് യേശുവിനെ കണ്ടെത്തുക. അവൻ എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. നിൽക്കണം. ഇത് കേട്ടാണ് അനന്യാസ് വീണ്ടും ഈ സാവൂളിനെ അന്വേഷിച്ച് പോകുന്നതും മാമോദീസ കൊടുക്കുന്നതും ഒക്കെ. ഈശോ നമ്മുടെ ഉള്ളം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമിച്ചത് നമുക്ക് വേണ്ടി കൂദാശയായി ഇന്നും ജീവിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.